വെൽക്കം ഡിയർ സ്റ്റുഡൻസ് ടു അവർ ന്യൂ വീഡിയോ. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണെന്നും അതിൻ്റെ സവിശേഷതകളും പ്രാധാന്യങ്ങളും എന്തൊക്കെയാണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന ടോപ്പിക്കാണ്. ഇന്നത്തെ ടോപ്പിക് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ്സിൻ്റെ പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്ന പൊതുവായ ഘടകങ്ങളെയാണ് പരിസ്ഥിതിയുടെ വിവിധ തലങ്ങൾ അല്ലെങ്കിൽ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ ഘടകങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫാക്ടർ ഈസ് എക്കണോമിക് എൻവയോൺമെൻറ്റ് അഥവാ സാമ്പത്തിക പരിസ്ഥിതി. The economic factors that can affect management practices in a business enterprises include interest rates, inflation rates, changes in disposable income of people, stock market indices, value of rupee, exchange rates. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് രീതികളെ ബാധിക്കുന്ന സാമ്പത്തിക ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ പലിശ നിരക്കുകൾ, നാണയപ്പെരുപ്പ നിരക്ക്, ജനങ്ങളുടെ വരുമാനം, ഓഹരി വില സൂചികകൾ, രൂപയുടെ മൂല്യം, വിനിമയ നിരക്കുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നു. എക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ് ദ പോളിസീസ് ഓഫ് ഗവൺമെൻറ് റിലേറ്റഡ് വിത്ത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, ടാക്സ് റേറ്റ്സ്, ഫോറിൻ ട്രേഡ്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് എക്സെട്ര. എന്നുവെച്ചാൽ ഓഹരി വിറ്റഴിക്കൽ, നികുതി നിരക്കുകൾ, വിദേശ കച്ചവടം, വിദേശ നിക്ഷേപം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ നയങ്ങൾ കൂടി സാമ്പത്തിക ചുറ്റുപാടിൽ ഉൾപ്പെടുന്നു. ഇത്തരത്തിലുള്ള സാമ്പത്തിക നയങ്ങൾ ചില ബിസിനസ്സുകൾക്ക് ഗുണകരമാകുമ്പോൾ അതേസമയം മറ്റു ചില ബിസിനസ്സുകൾക്ക് ദോഷകരമാകുന്നു. സെക്കൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടർ ഈസ് സോഷ്യൽ എൻവയോൺമെൻറ്റ് അഥവാ സാമൂഹിക പരിസ്ഥിതി. Social environment describes the characteristics of the society in which the organization exists. എന്നുവെച്ചാൽ ബിസിനസ് സ്ഥാപനം നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ സവിശേഷതകളാണ് സാമൂഹിക പരിസ്ഥിതിയിൽ പ്രതിപാദിക്കുന്നത്. When the organization takes an important organizational decision, various social factors should be considered. ബിസിനസ് സ്ഥാപനം ഒരു പ്രധാനപ്പെട്ട തീരുമാനം കൈക്കൊള്ളുന്ന സമയത്ത് വിവിധ തരത്തിലുള്ള സാമൂഹിക ഘടകങ്ങൾ പരിഗണിച്ചിരിക്കണം. ഇനി നമുക്ക് സോഷ്യൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സാമൂഹിക ചുറ്റുപാടിലുള്ള വിവിധ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ അതായത് വിദ്യാഭ്യാസ നിലവാരം, ഡീമോഗ്രാഫിക് കോമ്പോസിഷൻ ജനസംഖ്യാ ഘടന, ടേസ്റ്റ് അഭിരുചികൾ, പ്രിഫറൻസസ് മുൻഗണനകൾ, ഹാബിറ്റ്സ് ഉപഭോക്താവിൻ്റെ ശീലങ്ങൾ, വാല്യൂസ് മൂല്യങ്ങൾ, സോഷ്യൽ ട്രെൻഡ്സ് സാമൂഹിക പ്രവണതകൾ എന്തൊക്കെയാണ്, സൊസൈറ്റീസ് എക്സ്പെക്റ്റേഷൻ ഫ്രം ബിസിനസ് സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ട്രഡീഷൻസ് പാരമ്പര്യങ്ങൾ, കസ്റ്റംസ് ആചാരാനുഷ്ഠാനങ്ങൾ, ബിലീവ്സ് വിശ്വാസങ്ങൾ, ലിറ്ററസി ഉപഭോക്താവിൻ്റെ സാക്ഷരതാ നിരക്ക് ഇവയൊക്കെയാണ് പ്രധാന സാമൂഹിക ഘടകങ്ങൾ. ഓണം, ക്രിസ്മസ്, ഈദുൽ ഫിത്തർ തുടങ്ങിയ ആഘോഷങ്ങൾ, മധുരപലഹാരങ്ങൾ, തുണിത്തരങ്ങൾ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ ബിസിനസ്സുകൾക്ക് ലാഭസാധ്യത പ്രദാനം ചെയ്യുന്നു. തേർഡ് ഡയമെൻഷൻ ഈസ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് അതായത് സാങ്കേതിക പരിസ്ഥിതി. ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ്സ് ന്യൂ വേസ് ഓഫ് പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ന്യൂ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഓപ്പറേറ്റിംഗ് ബിസിനസ്. സാങ്കേതിക പരിസ്ഥിതിയിൽ ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പുതിയ മാർഗങ്ങളും ബിസിനസ് നടത്താനുള്ള പുതിയ രീതികളും സങ്കേതങ്ങളും ഒക്കെ ഉൾപ്പെടുന്നു. ടെക്നോളജിക്കൽ ചേഞ്ചസ് ഓഫർ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ടു സം ബിസിനസ് യൂണിറ്റ്സ് ആൻഡ് ത്രെഡ്സ് ടു സം അതേഴ്സ്. എന്നുവെച്ചാൽ സാങ്കേതിക മാറ്റങ്ങൾ ചില തരത്തിലുള്ള ബിസിനസ് യൂണിറ്റുകൾക്ക് ചില പുതിയ അവസരങ്ങളും അതേസമയം തന്നെ മറ്റു ചില ബിസിനസ്സുകൾക്ക് ഭീഷണിയും ഉണ്ടാക്കുന്നു. ഇനി നമുക്ക് സാങ്കേതിക വിദ്യയിൽ മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ അത് ബിസിനസ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് ചില ഉദാഹരണങ്ങളുടെ സഹായത്തോടു കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. പണ്ട് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ പരസ്യങ്ങൾ നൽകിയിരുന്നത് ഇന്നിപ്പോൾ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരസ്യ രീതികളിലേക്ക് മാറിയിരിക്കുന്നു. പരമ്പരാഗത രീതിയിലുള്ള ബിസിനസ്സുകളിൽ നിന്നും ഇന്ന് ഈ ബിസിനസ്സിലേക്ക് മാറിയിരിക്കുന്നു.
പണ്ടൊക്കെ യാത്രാ ടിക്കറ്റുകൾ കൗണ്ടറുകളിലൂടെയായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത്. ഇന്നിപ്പോൾ അത് ഇൻ്റർനെറ്റ് വഴിയുള്ള ടിക്കറ്റിംഗ് രീതിയിലേക്ക് മാറി. പണ്ടൊക്കെ നേരിട്ട് ബാങ്കിൽ പോയി പണമിടപാടുകൾ നടത്തിയിരുന്നത് ഇന്നിപ്പോൾ ഓൺലൈൻ ബാങ്കിങ്ങിലേക്ക് മാറിയിരിക്കുന്നു. പണ്ടുകാലത്ത് ടൈപ്പ് റൈറ്റർ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്തിരുന്നത് ഇന്നിപ്പോൾ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിലേക്ക് മാറിയിരിക്കുന്നു. ഫോർത്ത് എൻവയോൺമെൻറ്റൽ ഫാക്ടർ ഈസ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് അഥവാ രാഷ്ട്രീയ പരിസ്ഥിതി. The political ideology prevailing in each nation influences the organization. Government decisions are often influenced by the political ideology of the ruling front. എന്നുവെച്ചാൽ രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെയാണ് രാഷ്ട്രീയ പരിസ്ഥിതി എന്ന് പറയുന്നത്. ഭരണവർഗത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഭരണകൂടത്തിൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നു. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് അഥവാ രാഷ്ട്രീയ പരിസ്ഥിതിയിലെ വിവിധ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആറ്റിറ്റ്യൂഡ് ഓഫ് ഗവൺമെൻറ് ടുവേർഡ്സ് ഇൻഡസ്ട്രീസ്, ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ബിസിനസ്സിനോടുള്ള മനോഭാവം. സ്റ്റെബിലിറ്റി ഓഫ് ദ ഗവൺമെൻറ്റിൻ്റെ സ്ഥിരത. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കൺട്രി, രാജ്യത്തിൻ്റെ ഭരണഘടന. പീസ് ഇൻ ദ കൺട്രി, രാജ്യത്തെ സമാധാന അന്തരീക്ഷം. ഐഡിയോളജി ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ്, രാഷ്ട്രീയ പാർട്ടികളുടെ ആദർശങ്ങൾ. ഡൊമിനൻസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്, രാഷ്ട്രീയ മേധാവിത്വം. പ്രിവെയിലിംഗ് പൊളിറ്റിക്കൽ സിസ്റ്റം, നിലവിലുള്ള രാഷ്ട്രീയ സമ്പ്രദായം. 1991 ഉദാരവൽക്കരണ സാമ്പത്തിക നയം, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, സ്വകാര്യവൽക്കരണം എന്നിവയൊക്കെ ഓരോ കാലത്ത് ഭരണത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ മനോഭാവം കാരണം ഉണ്ടായ തീരുമാനങ്ങളാണ്. ഡയമെൻഷൻസിൽ അവസാന പോയിൻ്റാണ് ലീഗൽ എൻവയോൺമെൻറ്റ് അഥവാ നിയമപരിസ്ഥിതി. ലീഗൽ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ്സ് വേരിയസ് ലെജിസ്ലേഷൻസ് പാസ്ഡ് ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകളും പാസ്സാക്കിയിട്ടുള്ള വിവിധ തരത്തിലുള്ള നിയമങ്ങളാണ് നിയമപരിസ്ഥിതിയുടെ പ്രധാന ഘടകം. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡേഴ്സ് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് അതോറിറ്റീസ്, കോർട്ട് ജഡ്ജ്മെൻറ്റ്സ്, as well as the decisions taken by various commissions and agencies of the government. ഇതിനു പുറമെ കോടതി വിധികൾ, വിവിധ കമ്മീഷൻ റിപ്പോർട്ടുകൾ എന്നിവയും നിയമപരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പാസാക്കിയ പല നിയമങ്ങളും ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. അത്തരത്തിലുള്ള ചില നിയമങ്ങൾ നമുക്ക് പരിചയപ്പെടാം. കമ്പനീസ് ആക്ട് 1956, കമ്പനി നിയമം. ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻസ് ആക്ട് 1951, വ്യവസായ വികസന നിയന്ത്രണ നിയമം. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്, വിദേശ വിനിമയ മാനേജ്മെൻറ്റ് നിയമം. ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ് കൺട്രോൾ ആക്ട് 1947, കയറ്റുമതി ഇറക്കുമതി നിയന്ത്രണ നിയമം. ഫാക്ടറീസ് ആക്ട് 1948, ഫാക്ടറി നിയമം. ട്രേഡ് യൂണിയൻ ആക്ട് 1926, തൊഴിൽ സംഘടനാ നിയമം. വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് 1923, തൊഴിലാളി നഷ്ടപരിഹാര നിയമം. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947, വ്യാവസായിക തർക്ക നിയമം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, ഉപഭോക്തൃ സംരക്ഷണ നിയമം. കോമ്പറ്റീഷൻ ആക്ട് 2002, മത്സര നിയമം. ലഹരി പാനീയങ്ങളുടെയും മദ്യത്തിൻ്റെയും പരസ്യങ്ങളുടെ നിരോധനം. സിഗരറ്റ് പാക്കുകളിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന മുന്നറിയിപ്പ്. ഇവയൊക്കെ നിയമങ്ങൾ ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബിസിനസ്സിൻ്റെ പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്ന പൊതുവായ ഘടകങ്ങൾ: എക്കണോമിക് എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ്.